രാജ് കിരൺ എന്ന ബോളിവുഡ് സിനിമാ താരത്തെ മലയാളികൾക്ക് പരിചയം യേശുദാസ് പാടിയ ഏ മേരെ ഉദാസമൻ എന്ന ദുരന്ത ഗാനത്തിലൂടെയാണ്. മാൻ അഭിമാൻ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു അത്. 40-ലധികം സിനിമകളിലും 3 സീരിയലുകളിലും വേഷമിട്ട രാജ് കിരൺ 2003 തൻ്റെ 54-ാം വയസ്സിൽ അപ്രത്യക്ഷനാകുകയായിരുന്നു. ആ കഥയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1949 ജൂൺ 19 ബോംബെയിലെ ഒരു സിന്ധു കുടുംബത്തിലാണ് രാജ് കിരൺ മെഹ്താനി ജനിച്ചത്. 1975 തൻ്റെ 26-ാമത്തെ വയസ്സിൽ ബാബുറാം ഇഷാര സംവിധാനം ചെയ്ത കാഗസ് കി നാവ് എന്ന ചിത്രത്തിൽ സരികയുടെ ജോഡിയായിട്ടായിരുന്നു അരങ്ങേറ്റം. പിന്നീട് നായക വേഷത്തിലും ഇടയ്ക്ക് ഉപനായക വേഷത്തിലും അപൂർവം വില്ലൻ വേഷങ്ങളിലും രാജ് കിരൺ നിറഞ്ഞു നിന്നു. ശിക്ഷ, ഏക് നയാ റിശ്ത, ബസേര, കർസ്, ബോംബെ കാ മഹാരാജ, മാൻ അഭിമാൻ, മനോകാമന, നസർ ആന പ്യാർ കാ, പതിത, സാജൻ മേരെ മേ സാജൻ കി, ഏക് ഏസാ ഇൻസാഫ്, അർത്ത്, രാജ് തിലക് ഇവയെല്ലാം അവയിൽ ചിലതു മാത്രമാണ്. താരപ്രഭയിൽ മുങ്ങി നിൽക്കുമ്പോൾ രൂപ എന്ന യുവതിയെ വിവാഹം ചെയ്തു. മൃദുസ്വഭാവിയും സദ്ഗുണവാനുമായ നായക സങ്കല്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ ഏറിയ കൂറും. 90കളുടെ തുടക്കത്തോടെ രാജ് കിരണിൻ്റെ കരിയറിൽ ഇടിവ് തട്ടി തുടങ്ങിയിരുന്നു. ഇതോടെ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. പിടിച്ചു നിൽക്കാനായി അദ്ദേഹം സീരിയലുകളിൽ കിട്ടിയ വേഷങ്ങൾ സ്വീകരിച്ചു. അങ്ങനെയാണ് റിപ്പോർട്ടർ, ആഖിർ ഖാൻ, ആഹട്ട് എന്നീ സീരിയലുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. സിനിമ എപ്പോഴും അങ്ങനെയാണ്. അവസരങ്ങൾ കുറയുമ്പോൾ പഴയ ആഡംബരം തുടരാൻ കഴിയില്ലെങ്കിലും ലഭ്യമായ വേഷങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ചും കരിയറിൽ നേടിയെടുത്ത സമ്പാദ്യം കൊണ്ട് ഏതെങ്കിലും ബിസിനസ്സുകളിൽ ചേക്കേറിയും ജീവിതം തേടിയവരാണ് പല സിനിമാ താരങ്ങളും. പക്ഷേ അത്തരമൊരു പിന്തുണ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇതിനിടെ ബൈക്കുളയിലെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അദ്ദേഹം ചികിത്സ തേടിയിരുന്നതായി ഒരു വാർത്ത പരന്നിരുന്നു. വെള്ളി വെളിച്ചമെന്ന പോലെ തന്നെ ചതിക്കുഴികളുടെയും കേന്ദ്രമായ ബോളിവുഡിൽ അത്തരമൊരു കഥ ആരെങ്കിലും പടച്ചു വിട്ടതാണെന്ന് വിശ്വസിക്കുന്ന ആരാധകരുണ്ട്. കാരണം ആ വാർത്തയ്ക്ക് ശേഷമാണ് രാജ് കിരണിന് തീരെ വേഷങ്ങൾ ലഭിക്കാതായത്. ഒരിക്കൽ പുട്ടപർത്തിയിലെത്തിയ രാജ് കിരൺ സായിബാബയുടെ ആശ്രമത്തിന്റെ മതിൽ ചാടിക്കടക്കുകയും കാവൽക്കാരുടെ കയ്യേറ്റത്തിന് ഇരയാവുകയും ചെയ്തു. സായിബാബയെ ആക്രമിക്കാനെത്തി എന്ന പേരിലാണ് ആ സംഭവം ലോകം അറിഞ്ഞതെങ്കിലും സന്ദർശന സമയം കഴിഞ്ഞു പോയതിനാലാണ് മതിൽ ചാടിയത് എന്ന് വിശദീകരണവും വന്നിരുന്നു. സീരിയൽ പോലും ഇല്ലാത്ത അവസ്ഥ. കുടുംബജീവിതം കൂടുതൽ വൈഷമ്യത്തിലായി. അങ്ങനെ ഇരിക്കെയാണ് അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗോവിന്ദ് മെഹ്താനിയുടെ അടുത്തേക്ക് രാജ് കിരൺ പോകുന്നത്. അങ്ങനെ 50-ാം വയസ്സിൽ ഗോവിന്ദിനൊപ്പം US-ലെത്തിയ രാജ് കിരൺ ഒരു ടാക്സി ഡ്രൈവറായി ജീവിതം തുടങ്ങി. ഭാര്യയെയും മകളെയും കൂടെ കൊണ്ടുപോയി. എന്നാൽ അധികം വൈകാതെ ഭാര്യ മകളെയും കൊണ്ട് അദ്ദേഹത്തെ വിട്ടുപോയി. ഭർത്താവിനെ വിട്ടുപോയ രൂപ മറ്റൊരാളെ വിവാഹം കഴിച്ചു. പിന്നീട് രാജ് കിരണിനെ ആരും കണ്ടിട്ടില്ല. നടിയും സംവിധായകയുമായ ദീപ്തി നാവലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ന്യൂയോർക്കിൽ ക്യാബ് ഓടിക്കുന്നതായി അറിയുന്ന തൻ്റെ സഹപ്രവർത്തകൻ രാജ് കിരണിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർ ദയവായി വിവരം തരണം എന്നായിരുന്നു അത്. പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല. 2011 ഋഷി കപൂർ തൻ്റെ അമേരിക്ക സന്ദർശന വേളയിൽ ഗോവിന്ദ് മെഹ്താനിയെ ഫോണിൽ ബന്ധപ്പെടുകയും രാജ് കിരണിനെ കണ്ടെത്തണം എന്ന തൻ്റെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അദ്ദേഹം അറ്റ്ലാന്റയിലെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ടെന്നും ചെറിയ ജോലികൾ ചെയ്ത് നിത്യചെലവിനും ചികിത്സയ്ക്കും മറ്റുമുള്ള പണം സ്വയം കണ്ടെത്തുന്നു എന്ന് അറിയുന്നതല്ലാതെ മറ്റൊരു വിവരവും ലഭ്യമായിട്ടില്ല എന്ന് മാത്രമാണ് സഹോദരൻ ഗോവിന്ദിൽ നിന്നും കിട്ടിയ അറിവ്. രാജ് കിരൺ ജീവിച്ചിരിപ്പില്ല എന്ന് കരുതിയിരുന്ന ആരാധകർക്ക് ഈ വാർത്ത വലിയൊരു ആശ്വാസമായിരുന്നു. തനിക്ക് ജീവിക്കാൻ ജോലി വേണമെന്നും അഭിനയിക്കാൻ അവസരം തരണമെന്നും രാജ് കിരൺ തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും താൻ അദ്ദേഹത്തിന് നല്ലൊരവസരം നൽകാൻ തയ്യാറായിരുന്നുവെന്നും സൂപ്പർ സംവിധായകനായ മഹേഷ് ഭട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. രാമായണത്തിൽ സീതയായി വേഷമിട്ട ദീപ ചിഖലിയ 1983 സുൻ മേരി ലൈല എന്ന ചിത്രത്തിലൂടെ താൻ ആദ്യമായി സിനിമയിലെത്തിയപ്പോൾ തൻ്റെ ആദ്യ നായകനായിരുന്ന രാജ് കിരണിനെക്കുറിച്ച് അടുത്ത കാലത്ത് വാചാലയായിരുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ രാജ് കിരൺ ഉണ്ടെന്നറിഞ്ഞ ഋഷി കപൂർ ആ വഴിക്ക് ഒരു അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല.
അതേ കൊല്ലം തന്നെ രാജ് കിരണിന്റെ മകൾ ഋഷിക അറ്റ്ലാന്റയിലെ കഥ നിരാകരിക്കുകയുണ്ടായി. ന്യൂയോർക്ക് പോലീസിന്റെയും പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകളുടെയും സഹായത്തോടെ തന്റെ പിതാവിനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് ഋഷിക അറിയിച്ചു. കൊല്ലങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇത്രയും കാലയളവിനുള്ളിൽ ഒരു സൂചന പോലും ആർക്കും ലഭിച്ചിട്ടില്ല. സിനിമയിൽ രാജ് കിരണിന് ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്നത് ഋഷി കപൂറുമായിട്ടാണ്. 1980 പുറത്തിറങ്ങിയ കർസ് എന്ന ചിത്രത്തിലൂടെ തുടങ്ങിയതായിരുന്നു ആ ആത്മബന്ധം. കർസിൽ ഇരുവരും തുല്യ പ്രാധാന്യമുള്ള നായകന്മാരായിരുന്നു. ഋഷി കപൂറിന്റെ പൂർവ്വജന്മത്തിന്റെ വേഷമായിരുന്നു രാജ് കിരണിന്. കാമുകിയുടെ ചതിവിൽ വധിക്കപ്പെടുന്ന യുവാവായിരുന്നു രാജ് കിരൺ. കർസിന്റെ ക്ലൈമാക്സിൽ എല്ലാം വെളിച്ചത്തു കൊണ്ടുവരുന്നുണ്ട് ഋഷി കപൂറിന്റെ കഥാപാത്രം പുനർജന്മമായ മോണ്ടി ഒബറോയ്. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ടെത്തുമെന്നും വീണ്ടും അദ്ദേഹത്തെ വെള്ളിത്തിരയിൽ എത്തിക്കുമെന്നും ഋഷി കപൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അത് സാധ്യമാക്കാൻ കഴിയാതെ 2010 ഏപ്രിൽ 30 ഋഷി കപൂറിന്റെ ജീവിതത്തിന് തിരശ്ശീല വീണു. ദീപ്തി നാവലുമായി ചേർന്ന് ഋഷി കപൂർ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നുവെന്നും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രമിച്ച ഋഷിയോട് ആ ശ്രമം അവസാനിപ്പിക്കാനും തങ്ങളെ മേലിൽ ഉപദ്രവിക്കരുതെന്നും പേരുമാറ്റി രൂപ മഷ്റൂവാല എന്നാക്കി മാറ്റിയിരുന്ന ഭാര്യ ആവശ്യപ്പെട്ടതായി സംബാദ് ഇംഗ്ലീഷ് എന്ന ന്യൂസ് പോർട്ടൽ ഋഷി കപൂറിന്റെ മരണവാർത്തയ്ക്കൊപ്പം തന്നെ അന്നേ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഭർത്താവിന്റെ അടുത്തു നിന്നും താമസം മാറിയെന്ന് കരുതി രൂപയ്ക്ക് എങ്ങനെയാണ് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാധ്യമാകുക എന്നത് ചോദ്യമാണ്. ഒന്നുകിൽ വിവാഹമോചനം നേടണം, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടണം. രാജ് കിരൺ ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പില്ലാതെ രൂപ എങ്ങനെ മറ്റൊരാളെ വിവാഹം ചെയ്തു? അല്ലെങ്കിൽ ഭാര്യയ്ക്ക് രഹസ്യമായി വിവാഹമോചനം നൽകിയിട്ടാണോ അദ്ദേഹം അപ്രത്യക്ഷനായത്? അതിന് രേഖകൾ വല്ലതുമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ? ആർക്കും ഒന്നും അറിയില്ല. കേന്ദ്രമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് 2016 ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അന്ന് ഒരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ സുഷമ സ്വരാജിന്റെ അപ്രതീക്ഷിത വിയോഗവും ആ പ്രതീക്ഷയെ ഇല്ലാതാക്കി. വീണ്ടും കഴിഞ്ഞിരിക്കുന്നു 10 കൊല്ലം കൂടി. തെന്നിന്ത്യൻ പൗരുഷത്തിന്റെ ഭാഗമായ മീശ സ്ഥിരമായി ധരിച്ചിരുന്ന അപൂർവം ബോളിവുഡ് നടന്മാരിൽ ഒരാൾ. 70കളിലും 80കളിലും പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായി അനുപാതവും ആകാര സൗഷ്ഠവവും ഒത്തിണങ്ങിയ സുന്ദര പുരുഷൻ. ഋഷി കപൂറിന്റെ വാക്കുകളിൽ എപ്പോഴും മൃദുഭാഷിയും സത് സ്വഭാവത്തിനുടമയുമായ ജെന്റിൽമാൻ. ഏറെ സ്വപ്നങ്ങളുമായി സിനിമാ നായകനായി വന്ന് ഒരു ദുരന്ത നായകനായി തന്റെ ആദ്യ ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ കടലാസു തോണി തുഴഞ്ഞ് എവിടേക്കായിരിക്കും പോയത് രാജ് കിരൺ? കരിയറിലെ താഴ്ചയേക്കാളധികം കുടുംബത്താൽ കൈയൊഴിയപ്പെട്ടവനായ വേദനയിൽ മനസ്സിന്റെ താളം തെറ്റി ഓർമ്മകളെ സ്വയം ഇല്ലാതാക്കി മറവികളുടെ ഇരുളിൽ ഉറങ്ങുന്നുണ്ടാകുമോ? അതോ സുബോധത്തോടുകൂടി വിധി തനിക്ക് തന്ന പരാജയം എന്ന വിശ്വാസത്തിൽ ദിനങ്ങൾ തള്ളി നിൽക്കുകയാകുമോ? മാൻ അഭിമാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി രവീന്ദ്ര ജെയിൻ എഴുതി സംഗീതം നൽകി യേശുദാസ് പാടിയ വരികൾ പോലെ നീരൊഴുക്കിൽ കല്ലുപോലും അലിയും. നിന്റെ വേദനയിൽ അത് അലിയേണ്ടതായിരുന്നു. മറ്റുള്ളവർക്ക് തോന്നേണ്ട പശ്ചാത്താപം നിന്റെ കണ്ണുനീരായി വീഴുന്നു. ഹേ ഭ്രാന്ത, ഇത് നിന്റെ സ്വന്തമല്ല. നിന്റെ ഇടം ഇതല്ല. ലോകത്താകെ 40 ലക്ഷത്തോളം ജീവൻ കവർന്ന കോവിഡ് മഹാമാരിയെ തരണം ചെയ്യാൻ ഇപ്പോൾ ജീവിച്ചിരുന്നാൽ 77 വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാകുമോ? കർസിലെ ദുരന്ത നായകനെ പോലെ അറംപറ്റി ആരുടെയെങ്കിലും ചതിവിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞിട്ടുണ്ടാകുമോ? ഉറ്റ ചങ്ങാതിയായ ഋഷി കപൂറിന്റെ ആഗ്രഹം പോലെ ദുരൂഹതയുടെ വാൽമീകത്തിനുള്ളിൽ നിന്നും ജന്മനാട്ടിൽ പ്രിയമുള്ള രാജ് കിരൺ വീണ്ടും ഒരിക്കൽ പ്രത്യക്ഷനാകുമോ? നമുക്ക് കാത്തിരിക്കാം. ചരിത്രത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ, നിഗൂഢതകൾ, വൈചിത്രങ്ങൾ, വിരോധാഭാസങ്ങൾ കൂടുതലറിയാൻ ആർക്കൈൻ ക്രോണിക്കിൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ.